ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കിഴി റിയാക്ഷൻ ആണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. യെസ്, സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീരം, ഓ രക്ഷയില്ല. വേറെ ലെവൽ. എല്ലാം അതുവരെ ഉണ്ടായിരുന്ന എല്ലാം തേച്ച് വായിച്ച് കളഞ്ഞ ഒരു ട്രെയിലർ. സംശയങ്ങളൊക്കെ കാറ്റിൽ പറത്തി. ഇനി സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ ഉറ്റുനോക്കുന്നുള്ളൂ. സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ ഇനി എന്തായാലും സിനിമ വേറെ ലെവലായിരിക്കും. ഇപ്പം ഈ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് തോന്നി മേക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. മേക്കിംഗ് സംശയമില്ല, VFX, ഡിഏജിങ് ലുക്ക്, BGM, ആക്ഷൻസ്, BGM, ഇതിലെല്ലാം സിനിമറ്റോഗ്രാഫി, കളറിങ്, പിന്നെന്തൊക്കെ അത്ര മെയിൻ ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗ്സ് എല്ലാം ഉണ്ട്. എല്ലാം ഇതുവരെ ഓക്കെ. പിന്നെ വേറെ കാര്യം എടുത്ത് പറയണം, നമ്മൾ ഇന്നലെ റിയാക്ഷൻ ചെയ്ത സമയത്ത് ലാസ്റ്റില് ഇത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ റിയാക്ഷൻ ചെയ്യാൻ നേരത്ത് ഇത് കണ്ടിട്ട് അന്താളിച്ചു പോയി സത്യത്തില്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആരൊക്കെ മറ്റുള്ള ഉള്ളതെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ശരിക്കും ആ ട്രെയിലർ കണ്ടതിന്റെ ആ ഒരു എഫക്ട് മാത്രമാണ് നമ്മൾ പോന്നിട്ടുള്ളത്. അല്ലാണ്ട് അതിൽ ജയറാമുണ്ട്, പ്രശാന്ത് ഉണ്ട്, പ്രഭുദേവയുണ്ട്, ലൈലയുണ്ട്, മറ്റേ സ്നേഹയുണ്ട്, അങ്ങനെ ഒരു പട എല്ലാരെ കുറിച്ച് അജ്മലുണ്ട്. അതൊന്നും നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. കാരണം ട്രെയിലർ ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതിന് കാരണം എന്താ അറിയോ, നമ്മൾ ആൾറെഡി ഒരു നെഗറ്റീവ് മൈൻഡിലായിരുന്നു. ഇതിൻ്റെ ആ ഒരു യങ് ലുക്കുള്ളത് ആകെ കോളാക്കി വെച്ചിരിക്കുകയാണല്ലോ ആ തേർഡ് സിംഗിളിൽ. അപ്പോൾ അതൊക്കെ എങ്ങനെ വരും, VFX എങ്ങനെ വരും, വെങ്കട് പ്രഭു ആണ് ആളുടെ പണ്ണലിൽ പലതരം ഐറ്റം പിടിക്കും. അപ്പോൾ അതിൽ സയൻസ് ഫിക്ഷൻ, ഇത് സയൻസ് ഫിക്ഷനുമാണ് കേട്ടോ. അത് ട്രെയിലറിൽ തരാഞ്ഞിട്ടാണ്. എന്തായാലും അതിലൊരു സൂചന തരുന്നുണ്ട്. ഗോട്ട് ഓഫ് സയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്, സയൻസ് ഫിക്ഷൻ ആയിരിക്കും. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമേന്റെ അതെ എല്ലാം പറഞ്ഞാൽ തരാം, ശരിയാവും, അതിന്റെ രസവും പോകൂലേ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം. അതെ, ചിലരൊക്കെ അതിന്റെ ഈ ട്രെയിലർ വന്നതിന് ശേഷം, അതായത് പ്രതികരണ രീതിയിലുള്ള പ്രശ്നമാണ് പറഞ്ഞത്. ഇത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ഇത് ക്ലീശ പരിപാടികൾ ഇതിലില്ലേ എന്ന് ചോദിച്ചാൽ അതുണ്ട്, ഒരുപാട് പരിപാടികൾ. പിന്നെ റെഫറൻസ് പരിപാടി എന്തിനാണ് അത് നമുക്ക് അതേ അഭിപ്രായം ഉള്ളത് കേട്ടോ. അതായത് ലാസ്റ്റിലെ നമ്മുടെ ഗില്ലി റെഫറൻസ് അല്ലാതെ ബാക്കി ഐ ആം വെയിറ്റിംഗ്, പിന്നെ നമ്മുടെ മങ്കാത്ത റെഫറൻസ്, അതായത് മറ്റുള്ളവരുടേതും ഒക്കെ ഈ കൊണ്ടുവരുന്നത് കുറേ ആയി കഴിഞ്ഞാൽ അത് ഐഡന്റിറ്റിനെ ഇല്ലാതാക്കൂലേ എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ട്. ഇനി ഈ സിനിമയിൽ ഇപ്പോൾ നമുക്ക് ഈ ട്രെയിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പറയണം. പക്ഷേ ഇപ്പോഴും രാവിലെയും കൂടി എനിക്ക് മനസ്സിൽ തോന്നിയൊരു സാധനമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ആ ചുയിങ്ങും കൂടി ഉണ്ടെങ്കിൽ എല്ലാം തികയും. അത് ചിലപ്പോ സിനിമയിൽ വന്നേക്കാം. ട്രെയിലറിൽ അത് കാണിച്ചിട്ടില്ല. സിനിമയിൽ യങ് ക്യാരക്ടറൊക്കെ കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു സാധനം കൂടി വന്നാൽ ശരിക്ക് തീരുമാനമാവും. ഇതിന്റെ ടൈറ്റിൽ കാർഡില്ലേ ആ സമയത്ത് എത്രമാനം, അതായത് ആളിതിന് മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളുടെ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ഉണ്ട്. അതും ഭയങ്കര ഹിറ്റായിട്ടുള്ള കഥാപാത്രങ്ങളല്ലേ, അതൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു ടൈറ്റിൽ കാർഡ്. പക്ഷെ അത് ടൈറ്റിൽ കാർഡിലാണല്ലോ എന്നുള്ള രീതിയിൽ എടുക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ വേറൊരു സിനിമയുടെ വേറെ ക്യാരക്ടറിന്റെ ഐഡന്റിറ്റി കൊണ്ടുവരുമ്പോഴേ ഈ ഐഡന്റിറ്റി ഇല്ലാതാവും. അത് പ്രശ്നമുണ്ട്. അതായത് നമ്മളിപ്പം ഗോട്ട് ആ സിനിമയ്ക്ക് ആ ഒരു ക്യാരക്ടറിന് ഉള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ ക്യാരക്ടറിലേക്ക് ഇതിനു മുന്നേ ആൾ ചെയ്തിട്ടുള്ള സാധനങ്ങൾ മൊത്തം അഡാപ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിപ്പോ എന്താ അതും ഇതും എല്ലാം ഒരേപോലെ ഒരു വ്യത്യാസം നമുക്ക് തോന്നൂല. മേ ബി അത് തമിഴ് ഫാൻസിനൊക്കെ ഇഷ്ടപ്പെട്ടേക്കാം, അതൊരു സത്യമാണ്. പക്ഷെ നമുക്കത് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ഈ ഐ ആം വെയിറ്റിങ്ങും പിന്നെ അല്ലാത്ത കുറേ സംഭവങ്ങൾ ഇപ്പൊ ഇനി എന്തായാലും ചുയിങ്ക് പറഞ്ഞ പോലെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും അങ്ങനെ. പിന്നെ ഈ സാധനം കൂടി ഉണ്ടായാൽ തികഞ്ഞ് അതൊന്നും ചെയ്യരുത്. വേറെ കഥാപാത്രങ്ങളായി വരുമ്പോൾ സെറ്റാവും. ഇത് മറ്റതിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഐശോ എന്ന് തോന്നിപ്പോകുന്നതാണ്. അതിപ്പോ നമ്മള് മോശമെന്ന് പറയുന്ന ആൾക്കാരെ കുറ്റം പറയാനും പറ്റൂലെന്നേ. കാരണം ഇത് കണ്ട സാധനം പിന്നെയും കൊണ്ടേ കാണിക്കുമ്പോൾ അത് എല്ലാവർക്കും അത് അങ്ങനെ തന്നെ തോന്നുള്ളൂ. പിന്നെ ഈ ട്രെയിലറിൽ കുറച്ച് ഫൺ ട്രാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതും മേ ബി ഇതിന് നെഗറ്റീവ് വരാൻ കാരണമായിട്ടുണ്ടാവാം, അറിഞ്ഞൂടാ. അത് പല ആൾക്കാരും കമന്റിൽ തന്നെ പറയുന്നുണ്ട് അത് കോമഡി വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നു. അത് ഇപ്പോഴും അത് തന്നെ പറയുന്നുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്, ഓരോ ഇഷ്ടമാണ്, സിനിമ കാണുന്ന ഓരോ വ്യൂ ആണ്, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലാണ് ഓരോരുത്തരും സിനിമ കാണുന്നത്. അപ്പോൾ അതിൻ്റെതെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ചിലപ്പം ഇത് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത്
നമുക്ക് ഇഷ്ടപ്പെട്ടു, അത് നമ്മൾ പറഞ്ഞു. ഇന്നലെ ചെറിയ രീതിയിലല്ല ഇഷ്ടപ്പെട്ടുള്ളത്, ഭയങ്കര ഇന്റർനാഷണൽ ലെവൽ സാധനമാണല്ലോ എന്നുള്ളതാണ് തോന്നിയത്. സത്യമായിട്ടും അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഒരു ഇംഗ്ലീഷ് സിനിമേന്റെ ഒക്കെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് കേട്ടോ ഈ സാധനങ്ങളൊന്നും നമ്മൾ അപ്പം ശ്രദ്ധിക്കാണ്ട് പോയത്. ഈ ഐ ആം വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നീടാണ് അറിയുന്നത് ഈ സാധനമൊക്കെ ഉണ്ടെന്ന്. ആ സമയത്ത് അത് മാത്രമല്ല വേറെ കാര്യം കേട്ടോ, അത് ഇതിന്റെ ഹിന്ദി ട്രെയിലർ ഒരുപാട് പേര് റിയാക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പല സംഭവങ്ങളും മാറ്റമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് തമിഴുമായിട്ട്. എന്തായാലും കണ്ടുനോക്കാം, അത് കണ്ടുനോക്കാം. അതിന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് കാണണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. Guys, this is a new assignment. इसमें एक नया लीडर नेतृत्व करने वाला है तुम्हारा. 68 successful international operations. Hostage negotiator, field agent, Gandhi, spy. In short, he is the goat of Satch. बेबी बिल्कुल ठीक है, कोई टेंशन की बात नहीं. मुझे बच्चे की टेंशन नहीं है, गांधी के लिए टेंशन है. बहुत अलग अलग रहने लगा है, घर टाइम से नहीं आता. कसम तुम्हारा नहीं पिएगा. कहीं कोई दूसरी लड़की तो नहीं है, मुझे शक हो रहा है. अरे तू पागल है क्या? फैमिली को कौन ले जाता है, और वो भी बैंकॉक, बीवी बच्चे समेत. जो दर्द मैं महसूस कर रहा हूँ गांधी को भी करना होगा. You are in danger. आज तक बहुतों ने गांधी का भेष लिया है, बट फॉर द फर्स्ट टाइम गांधी खुद भेष बदल कर आए हैं. बॉम्ब प्लांट करने वाले हैं. इस मसले को सुलझाओ, आपस में क्यों लड़ रहे हो? अगर तुमसे नहीं होगा तो मैं करूंगा. उम्र हो गई है, स्क्वाड से इतने साल बाहर था, अब क्या ही कर लूंगा. चाहे कितनी भी उम्र हो जाए, alive is always alive. Do you think you can stop me? Do you think you can stop me? No one can stop me. सिक्योरिटी गार्ड्स ने तुम्हें घेर लिया. कोई प्लान बी नहीं, प्लान जेड तक है हमारे पास. ഇതൊക്കെ എക്സ്ട്രാ കേട്ടോ. മിഷൻ ഇമ്പോസിബിൾ. വെയിറ്റിംഗ് ഇതിലുണ്ടല്ലേ? ഇത് ശരിക്കും ലാസ്റ്റ് ഭാഗം ശരിക്കും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ആ സാധനം ഉണ്ട് കേട്ടോ. ക്ലിപ്സ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ തമിഴ് കണ്ട് അണ്ണൻ വരാറ് വഴിവീട്, അതാണ് ഇതിനകത്ത് ഗെറ്റ് എന്താ സ്റ്റാർട്ട്സ് നൗ, ആ സാധനമാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ തന്നെ തുടക്കത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. എന്താണെങ്കിലും ഹിന്ദി ഒന്നും കൂടി ഒരു എഫക്റ്റ് തോന്നുന്നുണ്ടല്ലേ? അടിപൊളിയായിട്ട് കേട്ടോ. നല്ല ഡബിങ് ആണ് ഹിന്ദി. ഇനിയിപ്പം മലയാളത്തിന്റെ മാത്രം നമ്മൾ കണ്ടിട്ടില്ല. മലയാളത്തിലില്ലേ? അല്ല, ഞാനതല്ല ആലോചിക്കുന്നത്, മലയാളത്തിൽ വേണ്ടല്ലോ. അല്ല, ഉണ്ടോന്നാണ് ചോദിച്ചത്. ഹിന്ദി ഏതെങ്കിലും ഇതിന് മുൻപ് വന്നിട്ടുണ്ടോ ഡബിങ്? വിജയിന്റെ ഹിന്ദി കഴിഞ്ഞ ലിയോ ഒക്കെ ഇതിൽ വന്നിട്ടുണ്ടല്ലോ. അത് പാൻ ഇന്ത്യൻ ആയിട്ട് വന്നതല്ലേ? ഹിന്ദി ഹിന്ദി ഉണ്ടായിരുന്നു. ബീസ്റ്റ് അറിഞ്ഞൂടാ കേട്ടോ. ബീസ്റ്റിന്റെ ഓർമ്മയില്ല ശരിക്കും. പക്ഷെ ലിയോ ഉണ്ടായിരുന്നു, പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു. അതെ. എന്താണെങ്കിലും ഇത്രേ ഉള്ളൂ. സയൻസ് ഫിക്ഷൻ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ഉറപ്പിച്ച് പറയുന്നത് സയൻസ് ഫിക്ഷൻ തന്നെയാണ്. കാരണം പറയുന്ന ഡയലോഗ് തന്നെ ഇതാണ്, അതായത് ഗോട്ട് ഓഫ് സയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പിന്നെ ആളുടെ നടത്തം കണ്ടോ, ഒരേ രീതിയിൽ വരുന്നുണ്ടോ? അത് അച്ഛൻ്റെയും മകൻ്റെയും ഒരേ മാനറസം പിടിക്കുന്നതാണെന്ന് കരുതിയോ? അല്ല, ഒരേ സ്റ്റൈൽ ഉണ്ടാവും എന്നുള്ള രീതിയിലല്ല. അല്ല, ആ ആള് തന്നെയാണ് ആ ആള് എന്നുള്ളത് തന്നെ. രണ്ടും ഒരാളാണെന്നുള്ളത് കൊണ്ട് അതിലേക്ക് വരുന്നതാണ്. പിന്നെ
ഒറ്റ പറയാനുള്ളൂ, ഇപ്പോഴും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ പറയാനുള്ളൂ, ലയൺ ഓൾവേസ് ലയൺ. അതത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല അല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.